ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ കേട്ടോ. നാട്ടിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോഴത്തെ ദിവസങ്ങളെല്ലാം നല്ല ഒതുക്കലും പറക്കലും ഒക്കെ നടന്ന ദിവസങ്ങളാണ് കേട്ടോ. നാട്ടിൽ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഞാൻ നാട്ടിൽ കുറച്ച് നാൾ നിൽക്കാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോൾ എല്ലാം മാറ്റി എടുത്ത് അങ്ങനെയല്ലേ പോകാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ. അതുപോലെ കുറച്ച് നാൾ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യാണ്. ഈ റൂം കൊടുക്കുകയാണ്. ഇക്കോ അല്ലാതെ ഒരു ബെഡ് സ്പേസിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റൂമിൽ ഇപ്പം ബെഡ് സ്പേസ് പോലെ തന്നെ 3-4 പേരായിട്ട് വരികയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിയും അവരൊക്കെയാണ് ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ കേട്ടോ. അപ്പം ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു റൂം ഒതുക്കി സെറ്റാക്കിയൊക്കെ തരാൻ. ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒതുക്കലും പറക്കലും പിന്നെ പെട്ടികെട്ടലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ചേച്ചിയെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വിക്ടോറിയ എന്ന ചേച്ചിയുടെ പേര് കേട്ടോ. അപ്പോൾ ചേച്ചിയും ഡ്യൂട്ടിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇക്കുന് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഇക്കുനും അങ്ങനെ ഒരുപാട് സമയം കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പം റൂം ഫുള്ളായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ മീൻസ് ഞാനിപ്പോൾ കുറച്ച് നാൾ നാട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല പാടാണ്. റൂം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട് പിടിച്ച പണിയാണ്. പിന്നെ മെയിൻലി നമ്മളിപ്പോൾ ഈ റൂം കൊടുക്കുന്നില്ല. മീൻസ് ഇങ്ങനെ 3-4 പേർക്കായിട്ട് ബെഡ് സ്പേസ് പോലെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കുറേയൊക്കെ മീൻസ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാം കൂടി എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. എന്നാലും കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടതും അവർക്ക് ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈവനിങ് ഇക്കുൻ്റെ ഫ്രണ്ട് അശ്വിൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടൊക്കെ അല്ലേ ഇങ്ങനെ കറക്കമൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെയൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ വരാമെന്ന് കരുതി അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇക്കുൻ്റെ വാപ്പയാണ്. വാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി അതുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ കോളേജ് ടൈം മുതലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അതായത് ഒരു 2008 മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നാട്ടിലും കൂടി പോകുന്നത് കൊണ്ട് ഒന്ന് പോയി എല്ലാവരെയും മീറ്റ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങാണ്. നമ്മളിന്ന് വന്നേക്കുന്നത് ജസീറ അൽഹംറയിലാണ് കേട്ടോ. ആ ഒരു ബീച്ചിലാണ് നമ്മൾ ബീച്ച് സൈഡിലാണ് ബാർബിക്യൂ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഇന്ന് ഒരുപാട് പേരുണ്ട്. അശ്വിൻ ചേട്ടനും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ ബാബു ചേട്ടൻ, സുനിൽ സാറ്, സൂരജ്, കുഞ്ചുപിള്ള ചേട്ടൻ, അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇതിൽ സുനിൽ സാറും ബാബു ചേട്ടനും 10,000-കാര് തന്നെയാണ് കേട്ടോ. അതായത് എൻ്റെ നാട്ടുകാർ തന്നെയാണ്. ഞാനിവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. നല്ല കുറേ ആൾക്കാരാണ് കേട്ടോ. പരിചയപ്പെടാൻ പറ്റിയത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം നല്ല കുറേ ആൾക്കാരെ പരിചയപ്പെടുന്ന വലിയൊരു കാര്യം തന്നെയല്ലേ.
അപ്പോൾ ബീച്ചിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പം ഈ ഒരു ചിക്കൻ ഒക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നത് അശ്വിൻ ചേട്ടനും വൈഫും കൂടെ ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ഈ ഒരു ചിക്കൻ ചുട്ട് എല്ലാം സെറ്റാക്കി എടുത്തത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ബഹളമായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് മെമ്മറീസ്, നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു. നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറേ നല്ല മെമ്മറീസ് ഉണ്ടാക്കി തന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇങ്ങനത്തെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ലൈഫിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിലും അതിനേക്കാൾ ഉപരി എന്തോ വലിയൊരു ബോണ്ട് ഇവർ തമ്മിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ ഫ്രണ്ട്സൊക്കെ കോളേജിലുണ്ടെങ്കിലും ചിലരൊക്കെ നമ്മൾ പല വഴിക്കായിട്ട് പോവുമായിരിക്കും അല്ലേ. പക്ഷെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ കൂടെ അന്നും ഇന്നും ഒരുപോലെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവർ രണ്ടും തമ്മിൽ കേട്ടോ. അതിൽ എനിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഗായകരോട് ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം മാത്രം ആവശ്യപ്പെടാനുണ്ട്. ജസീറ എന്ന മനോഹരമായ പ്രദേശത്തുള്ള കടൽ തീരത്ത് കുറച്ച് യുവാക്കളും യുവതികളും ചേർന്ന് ശനിയാഴ്ചത്തെ സായന്തനം ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന ഈ വേളയിൽ ബാർബിക്യൂവും സംഗീതവും എല്ലാം ചേർത്തുകൊണ്ട് മനോഹരമായ ഒരു സായാഹ്നം തന്നെ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ബാർബിക്യൂവിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ അശ്വിനും ഐശ്വര്യയ്ക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. വിശിഷ്ട അതിഥികളായി നഖീലിന്റെ ഏതോ കോണറിൽ നിന്നെത്തിയ 2 കൂതറകളുണ്ട്. അവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എവിടെ ബാർബിക്യൂ ഉണ്ടെങ്കിലും അവിടെ ഞാനുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പത്തനാപുരത്തിന്റെ പൊന്മകൻ BC ബാബു, പത്തനാപുരത്തിന്റെ തന്നെ ഭാഗമായ സുനിൽ സാറും, പാലക്കാടിന്റെ മുത്തായ നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ സൂരജും, പിന്നെ ഈ മൈക്ക് പിടിച്ച ഡബഡബ എന്ന് പറയുന്ന കുഞ്ചുള്ള കരിമാടിയും, നിങ്ങൾ എല്ലാവരും ചേരുന്നതാണ് ഈ സായാഹ്നത്തിന്റെ സൗന്ദര്യം. ഇവരെല്ലാവരും നല്ല സൂപ്പർ പാട്ടുകാർ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം പാടുന്നത് കേട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അത്രയും നന്നായിട്ട് അശ്വിൻ ചേട്ടനായാലും വൈഫ് ഐശ്വര്യ ആയാലും എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. അതുപോലെ സുനിൽ ചേട്ടന്, പിന്നെ കുഞ്ചുപിള്ള ചേട്ടന്, സൂരജ്, എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പാട്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല, ഇവിടെ കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട്, കിട്ടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. മ്യൂസിക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. എന്നിൽ പൂക്കുമ്പോ പാസ്പോർട്ട് കോപ്പി എനിക്ക് കാണിക്കുന്ന ഐഡിയും പാസ്പോർട്ട് കോപ്പിയും ജാഫർ കുടിച്ചിട്ട് ജാഫർ പോയിട്ട് എനിക്ക് പാസ്പോർട്ട് കോപ്പി ഇല്ല. ഒരു ഫാമിലി ഗാനം, ഒരു ഉമ്മ ഗാനം ആലപിക്കുന്നത് ഐശ്വര്യയും അശ്വിനും. അങ്ങനെ എല്ലാവരുമായിട്ട് ഇതുകൊണ്ട് ചിക്കനൊക്കെ ചുട്ട് കഴിച്ചു നല്ല കുറേ മെമ്മറീസൊക്കെ തന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.